Hey guys, this is day 28 of my freelancing journey അല്ലെങ്കിൽ യൂട്യൂബ് സീരീസ്. ഇപ്പം ഈ സീരീസ് തീരാറായി. ഇതിനെപ്പറ്റിയൊരു ഇതിൻ്റെ പ്രോഗ്രസ്സും കുറേ നാളായിട്ടുള്ള കുറേ പ്രശ്നങ്ങളും കുറച്ച് പ്രോഗ്രസ്സും പിന്നെ കുറച്ച് ഹാപ്പി ന്യൂസ് ഉണ്ട്. അതൊക്കെ നാളത്തെ അല്ലെങ്കിൽ മറ്റന്നാളത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാം. അപ്പോൾ ഓൾറെഡി രാത്രി 2 മണി കണ്ടായി. വീഡിയോ എടുത്തില്ല. വീഡിയോ എടുക്കാൻ നോക്കുന്നത് പിന്നെ നാളെ നമുക്ക് വേറെ എക്സാം നടന്നുകൊണ്ടിരിക്കുക. എക്സാമിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ പോണേ. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിൻ്റർ ആർക്കിനെ പറ്റി സംസാരിക്കാമെന്നുള്ളത്. അതായത് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വേർഡാണ്. പ്രത്യേകിച്ച് ഈ വർഷമാണ്. കഴിഞ്ഞ വർഷവും മുന്നത്തെ വർഷം ഈ സംഭവം ഉണ്ടെങ്കിൽ പോലും ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ട്രെൻഡ്. എനിക്ക് ഈ ഒരു വർഷം ഭയങ്കര ഹൈലി ഇൻസ്റ്റാഗ്രാമിലായാലും എവിടെ നോക്കിയാലും വിൻ്റർ ആർക്ക് എന്ന് പറയുന്നൊരു സ്പെഷ്യൽ ഈ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പം സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചലഞ്ചസിൽ 75 ഹാർഡ് പോലെ തന്നെ അത്യാവശ്യം കുറേ ഓഡിയൻസിന് മുന്നിലും കുറേ ആൾക്കാർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് വിൻ്റർ ആർക്ക്. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എന്തായാലും വിൻ്റർ ആർക്കിനെ പറ്റി സംസാരിക്കുന്നത്. കാരണം ഏതാണ്ട് ആ ടൈം ആയെന്നല്ല. ഒക്ടോബർ മുതൽ തുടങ്ങുന്നവരുണ്ട്. മെയിനായിട്ട് കൂടുതൽ പേരും തുടങ്ങുന്നത് ഇപ്പോൾ ഈ നവംബർ 1 മുതലാണ്. കാരണം ഇപ്പോൾ നവംബർ 1 മുതൽ ജനുവരി 1 വരെ 60 ദിവസമുണ്ട്. ഈ 60 ദിവസം പക്ക സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചലഞ്ചായിട്ടാണ് വിൻ്റർ ആർക്കിനെ എടുക്കുന്നത്. ഇതെന്തുകൊണ്ട് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, കാരണം നമ്മൾ മിക്കവരും ഈ ന്യൂ ഇയറിലാണ് റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കാറുള്ളത്. ഇപ്പോൾ ഞാനല്ല ഒരു 99% ആൾക്കാർ ന്യൂ ഇയറിലാണ് റെസൊല്യൂഷൻ. പ്രത്യേകിച്ച് ജിമ്മിൽ പോകാനും ഫിറ്റായിട്ടിരിക്കാനും ഡിസിപ്ലിൻ ആവാനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിക്കവരും ന്യൂ ഇയറിനാണ് എടുക്കുന്നത്. ഞാനോർത്ത് അതിനൊരു മുന്നോടിയായി, അതിനൊരു പ്രിപ്പറേഷനായി. ഓൾറെഡി ഡിസംബർ 1 തുടങ്ങണ്ട, പകരം അതിനൊരു നമ്മൾ പറയത്തില്ല, ഒരു ഡിസംബർ 1 മുതൽ ഡിസിപ്ലിൻ ആകുന്നതിനും ഓൾറെഡി ഇപ്പോൾ ഈ ഒരു വിൻ്റർ ആർക്ക് നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ റെസൊല്യൂഷൻസും ഗോൾസൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് വിൻ്റർ ആർക്കിൻ്റെ മെയിൻ ഒരു ഗുണം. കാരണം നവംബർ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസംബർ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ്, മെയിൻ വെസ്റ്റേൺ കൺട്രീസിലാണ് കൂടുതലും ഈ വിൻ്റർ ആർക്ക് എന്ന് പറയുന്ന ചലഞ്ച് കൂടുതൽ ഫേമസ് ആയത്. കാരണം അവിടെ എന്ന് പറയുന്നത് വിൻ്റർ എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരും വീടിൻ്റെ അകത്ത്, കാരണം നമ്മുടെ ഇവിടുത്തെ പോലെ അല്ല, കാരണം അവിടെ തണുപ്പ് കൂടുതലാകുന്നതുകൊണ്ട് അവിടുത്തെ ആൾക്കാർ കൂടുതൽ അൺപ്രൊഡക്റ്റീവ് ആകുന്ന ഒരു ടൈമാണ് ഈ ഒരു വിൻ്റർ സമയം. കാരണം കൂടുതൽ വരുന്ന തണുപ്പ് കാരണം വീടിനകത്താണ് അവർ കൂടുതൽ ചുറ്റിപ്പറ്റിയിരിക്കുന്നത്. മാക്സിമം അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈമാണ് വിൻ്റർ. ഈ സമയത്ത് മാക്സിമം ടഫസ്റ്റ് സീസൺ ഫോർ യൂറോപ്യൻസ്. അവർക്ക് ഒരു ടഫസ്റ്റ് ആയിട്ടൊരു ടൈമാണ്. ആ ഒരു ടൈമിൽ മാക്സിമം പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരാനും സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാനും ആ ഒരു ഉദ്ദേശത്തോടെയാണ് വിൻ്റർ ആർക്ക് എന്ന് പറയുന്നത്. ഈ ഒരു വിൻ്റർ സമയത്ത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രത്യേകിച്ച് ജിമ്മും ഫിറ്റ്നസ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെയാണ് ഈ ഒരു വിൻ്റർ ആർക്ക് കുറേ ഞാൻ കണ്ടിട്ടുള്ളത്. എങ്ങനെ ഒരു വിൻ്റർ ആർക്കിൽ എങ്ങനെ നിങ്ങളുടെ ഒരു ലൈഫ് ചേഞ്ച് ചെയ്യാം എന്നതിനെപ്പറ്റി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറയാം. അതിൽ ഒന്നാമത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് ഗോൾ സെറ്റിംഗ് ആൻഡ് വിഷൻ. അതായത് ഈ ഒരു എന്തായാലും ഇപ്പം ഫോർ എക്സാമ്പിൾ 2024 തീരാറായി. തീരാറാകുമ്പം നിങ്ങളെപ്പറ്റി ഒരു ഇവാലുവേഷൻ നടത്തുക. അത് എന്തൊക്കെ ഞാൻ ഈ വർഷം ചെയ്തു, ഒരു സ്വന്തമായിട്ടൊരു വിലയിരുത്തൽ നടത്തുക. ഞാനിപ്പോൾ എൻ്റെ എല്ലാ ദിവസവും നടത്താറുണ്ട്. ജസ്റ്റ് ഇതൊരു വീഡിയോ കാണുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. കുറേ പേര് കാണുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഈ വീഡിയോ തുടങ്ങുമ്പോൾ ആരും കാണൂല എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടേ, പക്ഷേ ആരൊക്കെ കാണണം, 100 വ്യൂസും 80 വ്യൂസും ഒക്കെ കരുതുന്നുണ്ട്. അങ്ങനെയൊക്കെയോ ഓക്കെ. നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക. കുത്തിയിരുന്നിട്ട് ആലോചിച്ച് നോക്കുക. അത് എന്തൊക്കെ ഈ വർഷം നടന്നു. ജസ്റ്റ് റിഫ്ലക്ട് ദിസ് ഇയർ. ജസ്റ്റ് തിങ്ക് അബൌട്ട് വാട്ട് ഹാപ്പൻ, വാട്ട് ഗുഡ് തിങ്സ് ഹാപ്പൻ, വാട്ട് ബാഡ് തിങ്സ് ഹാപ്പൻ. ജസ്റ്റ് ലുക്ക് അറ്റ് ദ പാസ്റ്റ് ഓഫ് ദിസ് ഇയർ. അത് ഈ വർഷം എന്തൊക്കെ നടന്നു ജസ്റ്റ് അനലൈസ് ചെയ്യുക. മുന്നുള്ള വർഷങ്ങളിൽ നിന്ന് ഈ വർഷം എങ്ങനെ വ്യത്യസ്തമാകുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ ഓവർ തിങ്ക് ചെയ്യാന്ന് പറയത്തില്ലേ. ഒരു പോസിറ്റീവായിട്ട് ഓവർ തിങ്ക് ചെയ്ത് നോക്കുക. അതായത് എന്തൊക്കെയാണ് ഈ വർഷം നടന്നത്. ഫസ്റ്റ് തന്നെ എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ഗോൾസും നിങ്ങളുടെ വിഷനും ഒക്കെ ഒന്ന് എഴുതുക. ഒന്നെങ്കിൽ ഒരു പേപ്പറൊക്കെ എടുത്തിട്ട് പെൻ ആൻഡ് പേപ്പർ എടുക്കുക, അതിൽ എഴുതിയിടുക. അല്ലെങ്കിൽ ഒരു ഡയറി എടുക്കുക, എന്തെങ്കിലുമൊക്കെ എഴുതിയെടുക്കുക. അതിനകത്ത് എഴുതിയിടുക നിങ്ങളുടെ ഗോൾസും വിഷൻ സെറ്റ് ചെയ്യുക. പിന്നെയുള്ള മെയിൻ സംഭവങ്ങൾ മെഡിറ്റേഷനും ജേർണലിങ്ങും. കാരണം മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന മൈൻഡ്ഫുൾനെസ്സിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. മെഡിറ്റേഷനെ പറ്റിയും ജേർണലിനെ പറ്റി ഞാൻ 2 സെപ്പറേറ്റ് വീഡിയോ ഇട്ടുണ്ട്. എനിക്ക് എനിക്ക് നല്ല മടിയുണ്ട്. ഐക്കാർഡ് ഞാൻ വീഡിയോ മാക്സിമം ഉണ്ടാകാൻ നോക്കാം. ഈ ഐക്കാർഡ് ഈ പോർഷനിൽ വരും എൻ്റെ മെഡിറ്റേഷനും ജേർണലിങ്ങിൻ്റെ വീഡിയോ. കാരണം നമ്മുടെ തോട്ട്സും കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ജേർണലിങ്ങും നമ്മുടെ ഇൻറ്റൻഷൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നുള്ളത് റീഡിങ് ആൻഡ് ലേണിംഗ്. റീഡിംഗ് എന്ന് പറയുമ്പോൾ ബുക്കുകൾ വായിക്കുക. കാരണം ബുക്കുകൾ വായിക്കുമ്പം അതിന് പ്രത്യേകിച്ച് വിൻ്റർ സമയത്ത് സെൽഫ് എഡ്യൂക്കേഷൻ അതാണ് നമ്മുടെ സ്വയം സെൽഫിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. ഫിലോസഫിയിലുള്ള ബുക്കുകളാകാം, സൈക്കോളജിയിലുള്ള ബുക്കുകളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻ്റർ ഗ്രോത്ത്, നിങ്ങൾ പാഷനായിട്ടുള്ള ഏത് ഫീൽഡുള്ള ബുക്കുകളാകാം. ഇന്നത്തെ ബുക്കുകൾ എടുക്കുക, വായിക്കുക. അതിൻ്റേതായ ഒരു കുറേ ഗുണങ്ങൾ. ബുക്ക് വായിക്കുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിനെപ്പറ്റി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പ്രീവിയസ് ചെക്ക് ചെയ്യുക. ഈ ചാനലിൽ തന്നെ ഉണ്ട്. കാരണം ഈ ഒരു 30 ഡേ സീരീസിൽ ഒരുപാട് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, ഡെയിലി ഓരോ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് വീഡിയോ. അതിനകത്ത് ജേർണലിങ്ങിനെ പറ്റി പ്രത്യേക വീഡിയോ ഉണ്ട്, മെഡിറ്റേഷനെ പറ്റി പ്രത്യേക വീഡിയോ ഉണ്ട്.
എനിക്കൊന്ന് കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കുന്നത്. കാരണം ഇത്ര നാളത്തെ വീഡിയോയിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട് ചാറ്റ് GPT വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കാണിച്ചത്. ദിസ് ഈസ് മൈ ചാറ്റ് GPT. സോ ഇവിടെ എൻ്റെ ഫോൺ നോക്കും, എന്നിട്ട് ഫോണിൽ നോക്കി ചാറ്റ് GPTയിൽ നോക്കി സംസാരിക്കും. ഇതായിരുന്നു എൻ്റെ ഒരു സ്റ്റൈല്. അപ്പോൾ ഇതെന്താ അറിയില്ല. അപ്പം ഇന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഓപ്പൺ, ആദ്യത്തെ 2-3 വീഡിയോ ഉള്ള ലൈക്ക് എൻ്റെ മൈൻഡിൽ വരുന്ന കാര്യങ്ങളും ചാറ്റ് GPT, കാരണം ഇത്രയും കുറേ നാളായിട്ട് ഇപ്പം ടോപ്പിക്സ് ചാറ്റ് GPT നിന്ന് കിട്ടുന്നുണ്ട്. കാരണം ആദ്യത്തെ 2-3 വീഡിയോസ് ഞാൻ എൻ്റെ മൈൻഡിൽ വരുന്ന തോട്ട്സാണ് സംസാരിച്ചുകൊണ്ടത്. പക്ഷേ ഇപ്പം കുറേ നാളായിട്ട് കറക്റ്റ് ഒരു യൂട്യൂബിൽ അങ്ങനെ വീഡിയോ ഇടുന്ന പോലെ ഒരു കുറച്ചുകൂടി ഒരു ഫോമൽ രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ എന്ത് മൂടാന്നറിയില്ല, ഇന്ന് ഭയങ്കര അൺഫോമലായിട്ട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ ഇപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, പിന്നെ എൻ്റെ മൈൻഡിൽ വരുന്ന തോട്ട്സും സംസാരിക്കുന്നുണ്ട്. സോ രണ്ടാമതൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ലേണിങ്ങിനെ പറ്റിയും റീഡിങ്ങിനെ പറ്റിയും പറഞ്ഞ് മെഡിറ്റേഷൻ ജേർണലിംഗ്. സോ ഇത് ഹാബിറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നുള്ളത് ഹോം വർക്കൗട്ട്, ലൈക്ക് വർക്കൗട്ട് ചെയ്യുക, ലൈക്ക് ഫിറ്റ്നസ് ആൻഡ് ഹെൽത്ത്. കാരണം അതിപ്പം വീട്ടിൽ നിന്ന് മാക്സിമം ഇപ്പം ബോഡി വെയ്റ്റ് എക്സസൈസ് ആകാം, യോഗാസ് ആകാം, അല്ലെങ്കിൽ ഇൻഡോർ ആക്ടിവിറ്റീസ് ആകാം, എന്തെങ്കിലുമൊക്കെ. അതുപോലെ തന്നെ ലൈക്ക് മാക്സിമം വർക്കൗട്ട് ചെയ്യുക, ലൈക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഈസ് ബെറ്റർ ഫോർ ഹെൽത്ത്. സോ പിന്നെ ന്യൂട്രീഷനിലും ഫോക്കസ് ചെയ്യും. ഹെൽത്ത് മാത്രം, ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു ഘടകമാണ്. ഫിറ്റ്നസ്സിലിപ്പം നമ്മൾ പറയുന്ന പോലെ ഇപ്പം കാർഡിയോസും ബോഡി വെയ്റ്റ് എക്സസൈസും റെസിസ്റ്റൻസ് ട്രെയിനിങ് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും മെയിനായിട്ട് ഫിറ്റ്നസിൻ്റെ ഒരു ഘടകം ഇരിക്കുന്നത് ഡയറ്റിലാണ്. ലൈക്ക് 80% ഓഫ് യുവർ ബോഡി, ലൈക്ക് നമ്മളൊരു കിണ്ണം, ലൈക്ക് ഒരു ഐഡിയൽ ബോഡി ഉണ്ടാക്കണതിൽ അതിലൊരു 20% ജിമ്മും 80% ഡയറ്റും അങ്ങനെ കാണാണ് പറയുന്നത്. കാരണം കിച്ചൺ വിൽ മേക്ക് ദ ബെസ്റ്റ് ബോഡി. കാരണം നമ്മൾ എന്തൊക്കെയാണ് ഫുഡാണ് കഴിക്കുന്നത് അതായിരിക്കും നമ്മുടെ ബോഡിയെ നല്ല അടിപൊളി ബോഡി ബിൽഡ് ചെയ്യാൻ സഹായിക്കും. സോ ഈറ്റ് ക്ലീൻ ഫുഡ്. ലൈക്ക് സത്യം പറഞ്ഞാൽ ഡയറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ലൈക്ക് വീട്ടിൽ കിട്ടുന്ന ഫുഡുകളുണ്ടല്ലോ അത് മാക്സിമം കഴിക്കുക. ഇപ്പം ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക, ഷുഗറി ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക, അങ്ങനെ അതൊക്കെ ലൈക്ക് അങ്ങനത്തെ ഫുഡ്സൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കാം. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു സ്കില്ല് ബിൽഡ് ചെയ്യുക. അതിപ്പം നിങ്ങളുടെ ഇഷ്ടമുള്ള ഫീൽഡ്, അതായത് ഒരു മെയിനായിട്ട് ഒരു ഹൈ ഇൻകം സ്കില്ല് ബിൽഡ് ചെയ്യുക. പ്രത്യേകിച്ച് ഇപ്പം AI ആകാം, ബിസിനസ് ഡെവലപ്മെൻറ്റ് ആകാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആകാം, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആകാം, വെബ് ഡെവലപ്മെൻറ്റ് ആകാം. സോ ഒരു ഹൈ ഇൻകം സ്കില്ല് ബിൽഡ് ചെയ്യുക. ലൈക്ക് നിങ്ങൾക്കൊരു സ്കില്ല് ഉണ്ടെങ്കിൽ അത് മാക്സിമം അതിന് ഇമ്പ്രൂവ് ചെയ്ത് നോക്കുക. കാരണം എന്നിട്ട് ആ സ്കില്ലിനെ മാർക്കറ്റ് ചെയ്യുക, അതിൽ നിന്ന് മണി ഉണ്ടാക്കുക. അതാണ് ബേസിക്. ഇപ്പോൾ സ്കില്ല് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. അതിലൊരു പ്രൈമറി ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കൈ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ ഡിജിറ്റൽ ഡിറ്റോക്സ് ആൻഡ് മിനിമലിസം, അതായത് ലൈക്ക് സോഷ്യൽ മീഡിയാസിൽ നിന്നും, ഇപ്പോൾ നമ്മൾ മോങ് മോഡ് പറയുന്നില്ല, അതുപോലെ സോഷ്യൽ മീഡിയാസിൽ നിന്നും മാക്സിമം ലൈക്ക് സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കാൻ നോക്കാം. കാരണം ഹൈലി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ യൂസൊക്കെ മാക്സിമം കുറയ്ക്കാൻ നോക്കാം. പിന്നെ ലൈക്ക് നെറ്റ്ഫ്ലിക്സ്, ഗെയിം, ലൈക്ക് അതായത് നമ്മുടെ ജങ്ക് എൻ്റർടൈൻമെൻറ്റ്, അതായത് ഇപ്പം നെറ്റ്ഫ്ലിക്സ് ആകാം, ഗെയിമുകൾ, സോ ഇങ്ങനത്തെയൊക്കെ മാക്സിമം കുറച്ചിട്ട് ശരിക്കും ഡോപമിൻ തരുന്ന നമ്മുടെ സൺലൈറ്റ്, നേച്ചർ, അതുപോലെ തന്നെ എക്സസൈസ്, റീഡിങ്, ലൈക്ക് ഈ ഡിജിറ്റലി നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് ഉണ്ടല്ലോ. സോ സ്ക്രീൻസ് മാക്സിമം സ്ക്രീൻ ടൈമിലെല്ലാം കുറയ്ക്കുക. എന്നിട്ട് ആൾക്കാരോട് സംസാരിക്കുക, ബുക്കുകൾ വായിക്കുക, എഴുതുക, സ്കില്ല് ബിൽഡ് ചെയ്യാൻ നോക്കുക. സോ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാം. പിന്നെ കുറച്ച് സിസ്റ്റംസ് ബിൽഡ് ചെയ്യാം. സിസ്റ്റംസ് ബിൽഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പം ലൈക്ക് ഇപ്പം സിസ്റ്റം ബിൽഡ് ചെയ്യുന്നൊരു എക്സാമ്പിളാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്കൊരു സിസ്റ്റം ലൈക്ക് പ്രൊജക്ട് 50ക്ക് നല്ലൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതായത് രാവിലെ എഴുന്നേൽക്കുക, ടു ഡു ലിസ്റ്റ് എടുക്കുക, പ്ലാൻ ചെയ്യുക, എന്ത് ദിവസം എന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, ജേർണലിംഗ് ചെയ്യാം, അതുപോലെ തന്നെ വൈകുന്നേരം വർക്കൗട്ട് ചെയ്യാൻ പോവുക, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുക, ക്ലയൻസിന് നടത്തുക, അവർക്ക് വർക്ക് ചെയ്ത് കൊടുക്കുക. സോ അതൊരു എന്താ പറയുക ഒരു സിസ്റ്റമാണ്, എൻ്റെ ഒരു സിസ്റ്റമാണ്. ലൈക്ക് എൻ്റെ ഒരു ഡേ പ്രൊഡക്റ്റീവ് ആകാനുള്ള സിസ്റ്റമായിരുന്നു. പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ഫോർ എക്സാമ്പിൾ യൂട്യൂബ് വീഡിയോ, അതൊരു ക്രിയേറ്റീവുള്ള പ്രൊജക്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഏജൻസി ഉണ്ടെങ്കിൽ അതിനുള്ള കണ്ടന്റ് ഐഡിയാസ്, അല്ലെങ്കിൽ ഒരു ക്ലോത്തിങ് ബ്രാൻഡ്, ലൈക്ക് എന്തെങ്കിലും ബിസിനസ്, ലൈക്ക് ഒരു പേഴ്സണൽ പ്രൊജക്ട്സ്, അതിപ്പം നിങ്ങളുടെ ഹോബീസൊക്കെ സൈഡ് പ്രൊജക്ട്സ് ആകും. അതിപ്പം ഇങ്ങനെ എന്തും തുടങ്ങാം. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അതായത് എൻ്റെ ഒരു സംഭവം ലൈക്ക് ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്, പിന്നെന്താണ് ഞാൻ പറഞ്ഞില്ല, ഏജൻസിക്ക് കണ്ടന്റ് ഐഡിയാസ് കൊടുക്കുക, അല്ലെങ്കിൽ ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെ പലതും ആകാം. സോ ഇപ്പം വിൻ്റർ വർക്ക് എന്ന് പറയുന്നത് ഒരു നല്ലൊരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചലഞ്ചാണ്. പിന്നെ നിങ്ങളുടെ ലൈക്ക് റൈറ്റിംഗ് ആൻഡ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻസ്, അതായത് നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് നിങ്ങൾക്കിപ്പം ചിലർ എഴുതാൻ കഴിവുള്ളവരായിരിക്കും, ചിലർ വായിക്കാൻ കഴിവുള്ളവരായിരിക്കും, ചിലർ പാടാൻ കഴിവുള്ളവരായിരിക്കും. സോ നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുക, എന്നിട്ട് അതിൽ എക്സൽ ചെയ്യാൻ നോക്കുക. അതെല്ലാം ഉദ്ദേശിച്ചത് എന്തൊക്കെയോ. ഓക്കെ, ഇപ്പം തന്നെ 9 മിനിറ്റ് ആയി. സോ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയും പറയാൻ നിർത്തും. ഇന്നത്തെ വീഡിയോയിൽ ഭയങ്കര റിലാക്സ് ആയിട്ട് ഞാൻ പറഞ്ഞു. സാധാരണ എപ്പോഴും ഫോമലായിട്ട് വന്ന് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നത്, പക്ഷേ എന്തൊക്കെയാണ് പല പറഞ്ഞു പോകുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. സോ അടുത്ത ഇപ്പോൾ 2 ദിവസം, ഇന്ന് 28ാം ദിവസമല്ല, അപ്പം നാളെ 29, 30, 2 ദിവസം കഴിഞ്ഞ് സീരീസിലേക്ക് ഈ ഒരു 30-day സീരീസ് കഴിയും. സോ ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. ലൈക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആകെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ വീഡിയോ ഇടാൻ, ബാക്കി എല്ലാ ദിവസവും വീഡിയോ ഇട്ടു. സോ ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. ഇതൊരു പ്രൗഡ് മൊമെൻറ്റ്. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ബൈ.